എന്നെ അടിക്കല്ലേ, അടിക്കല്ലേ. What time is it? എന്നെ തുറന്നുവിടാൻ പറ. എന്നെ അടിക്കല്ലേ, ഞാനൊന്നും ചെയ്തില്ല. എന്നെ അടിക്കല്ലേ. Susan, prepare the injection. Hurry up, I'll hold his ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. Yes, I'll do it straight away. എന്നെ തുറന്നുവിടാൻ പറ. അയ്യോ, Sounds like Spanish. No, I think it's Polish. എനിക്ക് എന്റെ അച്ഛനെ കാണണം. Is Mina around? She would know. Oh no, it's not Polish or Spanish. It's Malayalam. Oh, really? Mm-hmm. What's he saying? I'm not sure. I think you should call Vandana. Is Fontana around? I'll try and get her. എന്നെ തുറന്നുവിടാൻ പറ. റേച്ചൽ, കൂട്ടിന് ആളായല്ല. What time is it? ഇറ്റ്സ് മോർണിംഗ് മിസ്റ്റർ ടൈം. എന്തുവായിരുന്നു ഇവിടെ ഒരു ബഹളം? തലല്ലേ കൊല്ലലെന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അടിപിടി കേസാണോ? ആവോ, എനിക്കറിയില്ല. കഥയൊക്കെ ഇനി ഉണരുമ്പോ കേക്കാം. എന്തായാലും നിനക്ക് ചേരും. വിഷമടിച്ച കേസാ. ഓ, രക്ഷപ്പെടുമോ? ആ, ഇനി കുഴപ്പമൊന്നുമില്ല. ആളെങ്ങനാ? ഗ്ലാമർ ഉണ്ടോ? കിടന്ന് ഉറങ്ങടി പെണ്ണെ. വേണ്ടാത്ത ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എല്ലാത്തിനും വട്ടാന്നാ തോന്നുന്നേ. Dr. Ramirez, imaging. Dr. Ramirez, imaging. Morning. Morning. Nurse? Take care. മാത്യൂസേ, ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. ചികിത്സിക്കേണ്ടത് തന്നെയും തന്റെ ഭാര്യയാണ്. എടോ, 2 തലമുറക്ക് വേണ്ട പണം താൻ സമ്പാദിച്ചു കൂട്ടിയില്ലേ? അതും കെട്ടിപ്പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും അല്പസ്വല്പം ചെലവാക്കാൻ നോക്ക്. എടോ, മകനും അവന്റേതായ ആവശ്യങ്ങൾ കാണും. അതിനുള്ള പണം കൊടുത്തില്ലെങ്കിൽ അവൻ മോഷ്ടിക്കും. അതുകൊണ്ട് അവന് ക്ലെപ്റ്റോമാനിയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയല്ല വേണ്ടത്. നോ നോ നോ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നും കാലത്ത് തുടരുമ്പോ അവന്റെ ഒരു $25 വീതം വെച്ചു കൊടുക്ക്. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ. മലയാളിയാണല്ലേ? ഞാനിന്ന് കുറച്ച് വൈകിപ്പോയി. രാവിലെ ഒന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സക്സസ്. പിന്നെ എങ്ങനെ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു എന്നായിരിക്കും സംശയം. തന്റെ ആത്മഹത്യാശ്രമം അമ്പയെ പരാജയപ്പെട്ടു അല്ലേ? കഷ്ടം. എടോ, 100% ഉറപ്പില്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കലയാണ്. ഏത് കലയും നന്നായി ചെയ്തില്ലെങ്കിൽ ആളുകൾ കൂവും. ബ്രൂട്ടസ്, ഹിറ്റ്ലർ, ജൂഡാസ്, വിൻസെന്റ് വാൻ ഗോഗ്, മർലിൻ മെൻട്രോ, ഹെമിംഗ്വേ, ഇവരൊക്കെ അതിമനോഹരമായ ആത്മഹത്യ ചെയ്ത് വിജയിച്ചവരാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ആരാധിക്കുന്ന മറ്റൊരാളുണ്ട്. ഒരു ജപ്പാൻകാരൻ. 1970 ഒരു വലിയ ജനക്കൂട്ടം നോക്കി നിൽക്കുമ്പോൾ വാളുകൊണ്ട് സ്വന്തം വയറ് കീറി ഹരാക്കിരി ചെയ്ത യുക്കിയോ മിഷിമ. അങ്ങനെയാണ് ആൺകുട്ടികൾ. അല്ലാത്തവർ തന്നെ പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കും. ഇതുപോലെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത മന്ദബുദ്ധികളുടെ മനസ്സിനകത്ത് കയറി അവരുടെ നട്ടും ബോൾട്ടോ കഴിച്ചെടുത്ത് ഓയിലിട്ട് ഞാൻ ശരിപ്പെടുത്തി എടുത്തിട്ടുണ്ട്. തന്നെ ഞാൻ അതുപോലെ ഒന്നഴിച്ച് പണിയും. ആത്മഹത്യാശ്രമത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ. ഞട്ടും പോൾട്ടോ കഴിച്ചെടുക്കാൻ ഞാനെന്താ സൈക്കിളോ? സൈക്കാട്രിയിലൊരു ഡിഗ്രി കിട്ടിയാലുടൻ ഫ്രോയിഡായി എന്നാ വിചാരം. എന്റെ മനസ്സിനകത്ത് കയറാൻ പോയിട്ട് മനസ്സിന്റെ 4 അയലത്തുനിന്ന് എത്തി നോക്കാൻ പോലും ഇയാൾക്കാവില്ല. എനിക്ക് ഈ ജീവിതം മതിയായെന്ന് തീരുമാനിച്ചത് ഞാനാ. നിങ്ങളും നിങ്ങളുടെ മറ്റോമാരും വിചാരിച്ച എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് ഈ ജീവിതം മടുത്തു.
I want to die. Nurse, How are you? Mom! Where have you been this whole week? Dad, you too? മോളെ കാണാൻ വല്യപ്പച്ചനും വല്യമ്മച്ചയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. Really? എന്നിട്ടെവിടെ? ജെറ്റ് ലാഗിന്റെ ഉറക്കമാ, പിന്നെ വരും. നാട്ടിലുള്ളവർക്കേ സ്നേഹമുള്ളൂ, ഇവിടെ ഉള്ളവർക്ക് ഒന്നിനും നേരമില്ലല്ലോ. ഒരാഴ്ചക്കകം വീട്ടിൽ പോകാന്ന് ഡോക്ടർ മാഡി പറഞ്ഞു. പിന്നെ ഡ്രൈവ് ചെയ്യാം, സ്മോക്ക് ചെയ്യാം, വേണമെങ്കിലും 1-2 ഡ്രിങ്ക്സ് ആകാം. That means I'm gonna be free again. ഇത് മോള് അങ്ങോട്ടിട്ടെ. What is it? വല്യമ്മച്ചി വേളാങ്കണ്ണിന്ന് മുത്തിച്ചതാ. Dad, this is awful. Jeez, Mom, I die if the girls saw me wearing that. എനിക്ക് കുറച്ചുകൂടി സ്റ്റൈലുള്ള ഒരെണ്ണം മുത്തിച്ചൂടായിരുന്നോ? മോള് ഇതൊന്നിട്ടെ. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? What's with you guys? ഡോക്ടർമാര് സുവിശേഷം കൂടിയോ? എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ. മാം, പേടിക്കണ്ട. ഇനി എന്ത് വന്നാലും റേച്ചൽ ജോയ്സ് പാലിക്കാൻ മണ്ണിൽ ആത്മഹത്യ ചെയ്യില്ല. I promise. That's me. Dad. Colonel Abdullah, yes. In Siachen, the world's highest active battlefield, perhaps the only strategic advantage of the Indian army was height, the psychological advantage of looking down on the enemy. താങ്കൾ എഴുതിയതല്ലേ ഇത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് ബാറ്റിൽ സൈക്കോളജി എന്ന പുസ്തകത്തിൽ? നേര് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ്. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ താങ്കൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? തെറ്റാണെന്ന് പറഞ്ഞാലും എന്റെ ഫിലോസഫി ഡോക്ടർ ഓർത്തിരിക്കുന്നല്ലോ, വളരെ സന്തോഷം. പിന്നെ ഞാൻ എഴുതിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭ്രാന്തന്മാരെ ചികിത്സിച്ചുള്ള അറിവ് പോരാ. യുദ്ധം സിനിമയിൽ കണ്ടിട്ടും കാര്യമില്ല, വെടിയുണ്ടകളുടെയും ബോംബുകളുടെയും ഇടയിൽ ജീവിച്ചുള്ള പരിചയം വേണം. റബിഷ്. വേശ്യകളെ പറ്റി കഥ എഴുതാൻ വേശ്യാവൃത്തി സ്വീകരിക്കണമെന്ന് പറയും പോലെ ഉള്ളൂ ഇത്. താങ്കളുടെ അപഗ്രഥനങ്ങളിൽ തഴമ്പില്ല കേണൽ. ബട്ട് ഐ ലൈക്ക് യുവർ സ്റ്റോറീസ്. അതിൽ ചില ജീവിത സത്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്, എഴുതിയെടുത്തോളം ഞാനൊന്ന് വായിക്കട്ടെ. അത് വേണോ? എനിക്ക് റോബി ഒന്ന് കാണണമായിരുന്നു. നോ, അത് നടക്കുന്ന വിഷയമല്ല. വൈ ഇസ് ദാറ്റ്? താങ്കൾക്ക് റോബിയെ എത്ര നാളായിട്ട് അറിയാം? കുറച്ചു കാലമായിട്ട്. അവനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായി ദാനിയലച്ഛൻ അറിയാം. അനാഥനായിരുന്ന അവനെ ചെറുപ്പത്തിലെ അമേരിക്കയിൽ എത്തിച്ചത് അച്ഛനാ. ഇതിനു മുമ്പ് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. യെസ്, യു നോ സംതിങ്, ദിസ് ഈസ് ഹിസ് 4th attempt. റിയലി? ഇവിടെ വന്നതിന് ശേഷവും ഒരു ശ്രമം നടത്തി. പിള്ളേരെ പറ്റിക്കാൻ ഞാൻ ഇവിടെ വെച്ചിരുന്ന പഞ്ചാര ഗുളികകൾ അയാൾ എടുത്തോണ്ട് പോയി. പാവം, ഒക്കെ വിഴുങ്ങി കാണും. സുഹൃത്തിന്റെ പണം നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റബോധം താൽക്കാലികമായ ഒരു കാരണം മാത്രമാണ്. അത് ഞാൻ സോൾവ് ചെയ്ത കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. അതിനും അപ്പുറത്തുള്ള അഗാധമായ അനാഥത്വബോധം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാവാം. കുറച്ചു കാലമായി ജീവിതവുമായി സമരസപ്പെടാൻ അയാൾ സ്വയം ഒരു അണക്കെട്ടുണ്ടാക്കാൻ നോക്കി. അതിപ്പോ പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഒഴുക്കിലൂടെ ഇനിയും പൊട്ടി വീണ് ചിതറാൻ അയാൾ വെമ്പുകയാണ്. ഈ അവസ്ഥയിൽ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും കാണുന്നത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഏതായാലും റോബിയെ കാണാൻ നീക്കിവെച്ച സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് എന്റെ കഥ വായിക്കാം. എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് ഡോക്ടർ. ഐ എം സോറി.